ആലപ്പുഴ കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകം മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച കേസാണ്. ഒരു 13-കാരിക്ക് ഇങ്ങനെ ക്രൂരമായി പെരുമാറാൻ കഴിയുമോ എന്ന ചോദ്യമാണ് സമൂഹം ഉയർത്തുന്നത്. കരുവാറ്റ സ്വദേശി ശിവൻകുട്ടിയുടെ കൊലപാതകവും കവർച്ചയും ആസൂത്രണം ചെയ്ത 13-കാരിയുടെ മറ്റ് 2 സുഹൃത്തുക്കളെ കേസിൽ സാക്ഷിയാക്കാനാണ് പോലീസിന്റെ നീക്കം. കൊല്ലം പരവൂരിലുള്ള കൂട്ടുകാരനെ ഫോണിൽ വിളിച്ച് ശിവൻകുട്ടിയെ കൊലപ്പെടുത്തണമെന്ന് പെൺകുട്ടി പറയുന്നത് ഇതിലൊരു സുഹൃത്ത് കേട്ടിരുന്നു. കൊലപാതകത്തിന് ശേഷം പെൺകുട്ടി സഹപാഠിയായ ഒരു പെൺകുട്ടിക്ക് ശബ്ദ സന്ദേശം അയക്കുകയും ചെയ്തു. ഈ 2 കുട്ടികളെ സാക്ഷികളാക്കിയാൽ കേസിന് കൂടുതൽ ബലം കിട്ടുമെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. കൊലപാതകം നടക്കുന്ന ദിവസം പെൺകുട്ടി ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് കൊല്ലം പരവൂരിലുള്ള കൂട്ടുകാരനെ ഫോണിൽ വിളിച്ച് ശിവൻകുട്ടിയെ കൊല്ലണമെന്ന് പറഞ്ഞത്. ഇത് കേട്ട സുഹൃത്ത് പെൺകുട്ടിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. കൊലപാതകത്തിന് ശേഷം പെൺകുട്ടി സഹപാഠിയായ കൂട്ടുകാരിക്ക് അത് സംബന്ധിച്ച ശബ്ദ സന്ദേശം അയച്ചിരുന്നു. അയാൾ ചത്തുകിടപ്പുണ്ട് എന്ന തരത്തിലായിരുന്നു സന്ദേശം. ഇവരെ 2 പേരെയും കേസിൽ സാക്ഷികളാക്കാനാണ് പോലീസിന്റെ നീക്കം. 13-കാരിയായ 1-ാം പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കോഴിക്കോട് ഒബ്സർവേഷൻ സെന്ററിലെത്തി സൈക്കോളജിസ്റ്റിന്റെയും ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് നിയോഗിക്കുന്ന വിദഗ്ധ മെഡിക്കൽ സംഘത്തിന്റെയും സാന്നിധ്യത്തിൽ മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനം. പ്രതികൾ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയത് മുതൽ കരുവാറ്റയിൽ എത്തുന്നതുവരെയുള്ള CCTV ദൃശ്യങ്ങളും പിന്നീട് ഹരിപ്പാട്ട് തട്ടുകടയിൽ ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങളും സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് ശേഖരിച്ചു. പ്രതികളെ കരുവാറ്റയിൽ എത്തിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ, തട്ടുകടയിലെ ജീവനക്കാർ, പെൺകുട്ടിയുടെ കരുവാറ്റയിലുള്ള സുഹൃത്തുക്കൾ എന്നിവരുടെ എല്ലാം മൊഴിയെടുക്കും. കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് ശേഖരിച്ച വിരലടയാളങ്ങൾ കേസിൽ അറസ്റ്റിലായ 3 ആൺകുട്ടികളുടേതാണോ എന്ന് പരിശോധിക്കും. ഇവരുടെ മൊബൈൽ ഫോണുകൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിക്കുന്നുണ്ട്. കരുവാറ്റയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന കൊല്ലം പരവൂർ കൊച്ചാലുമൂട് സരസ്വതി നിവാസിൽ ശിവൻകുട്ടി ചെട്ടിയാരെയാണ് അടുത്ത ബന്ധുവായ 13-കാരി കൊട്ടേഷൻ നൽകിയതിനെ തുടർന്ന് കാമുകനും 2 സുഹൃത്തുക്കളും ചേർന്ന് കൊലപ്പെടുത്തിയത്. പെൺകുട്ടിക്ക് ഐഫോണും കാമുകന് ബൈക്കും വാങ്ങാൻ ലക്ഷ്യമിട്ട് സ്വർണ്ണ കവർച്ചയ്ക്കായാണ് ശിവൻകുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 ഹരിപ്പാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.